ഗെയിം ഓഫ് ത്രോൺസിലെ വൺ ഓഫ് ദി മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് മൊമെന്റ് ആണ് കിങ് ജോഫ്രി മരിക്കുന്ന മൊമെന്റ്. ആ മൊമെന്റിന്റെ പിറകിൽ ഒരു കിടിലൻ മർഡർ പ്ലാൻ ഉണ്ട്. ആ മർഡർ പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടവർക്കും ഓർമ്മയുള്ളവർക്കും ഒക്കെ സ്കിപ്പ് ചെയ്യാം, ഓർമ്മയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം, കാണാത്തവർക്ക് ഒന്നുകൂടി കാണാം. സീസൺ 2 എപ്പിസോഡ് 1 ജോഫ്രിയുടെ നെയിം ഡേ സെലിബ്രേഷൻ, അതായത് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമ്പോൾ ഒരു ടൂർണമെന്റ് നടക്കുകയാണ്, സോർട്ട് ഫൈറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സോർട്ട് ഫൈറ്റ് കഴിഞ്ഞ് അത് പോയി അടുത്ത സോർട്ട് ഫൈറ്റിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഒരു പുള്ളിയുണ്ട്, സർ ഡോണ്ടോസ്. സർ ഡോണ്ടോസിനെ വിളിക്കുന്ന സമയത്ത് പുള്ളി അടിച്ച് ഫിറ്റ് ആയിട്ട് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ദേഷ്യം വരുന്ന ജോഫ്രി പുള്ളി അപ്പം തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. ജോഫ്രിക്ക് പിന്നെ ഈ കൊല്ലലും പിടിക്കലൊന്നും ഒരു പുത്തരിയല്ല. അപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആയിരുന്നു അങ്ങനെ തട്ടാൻ പറയുന്നു. ആ സമയത്താണ് സാൻസ ഒരു നന്മ നിറഞ്ഞ മറിയായതുകൊണ്ടും ആൾക്കാരെ കൊല്ലുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടും വയലൻസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയയിലാണ് പറയുന്നത് സർ ഡോണ്ടോസിനെ കൊല്ലണ്ട, അതായത് നെയിം ഡേ സെലിബ്രേഷൻ അല്ലേ, നെയിം ഡേ സെലിബ്രേഷൻ ഒരാളെ കൊല്ലാൻ ഉത്തരവിടുന്നത് മോശമാണ്, അതുകൊണ്ട് നമുക്ക് കൊല്ലണ്ട, പകരം ഫൂളാക്കാം. ഫൂൾ എന്ന് പറയുന്നത് ക്ലൗൺ പോലെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഒക്കെ കളിയാക്കുന്ന പോലെ ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ആക്കാം, അല്ലെങ്കിൽ ആ പുള്ളിയെ അങ്ങനെ ആക്കാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പോൾ കൊല്ലണ്ട, കൊല്ലുന്നതിനേക്കാളും ഏറ്റവും മോശമല്ലേ ഇത് എന്ന് പറയുന്നത്. ശരിയാണ്, ഒരു നൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതായത് ഒരു നൈറ്റ് ആണ് സർ ഡോണ്ടോസ്, നൈറ്റിൽ നിന്ന് ഫൂൾ ആക്കുന്നത് ഒരു ഡൗൺ ഗ്രേഡ് തന്നെയാണ്. പക്ഷെ സാൻസയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിൽ ബി എലൈവ്. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അത് കേട്ട് അപ്പൊ തന്നെ ജോഫ്രി പറയുന്നുണ്ട് ഓക്കെ ശരി കൊല്ലുന്നില്ല, അപ്പൊ അയാളെ ഫൂളായി പ്രഖ്യാപിക്കാം. അങ്ങനെ സാൻസയോട് ഒരു നന്ദിയുണ്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായി മാറുന്ന ഒരാളാണ് സർ ഡോണ്ടോസ്. സീസൺ 4 എപ്പിസോഡ് 1 അതായത് ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞ് സീസൺ 4 സാൻസ സാക്കിനെ സർ ഡോണ്ടോസ് വന്ന് കാണുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് സാൻസയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് ആരാന്ന്. അപ്പൊ പുള്ളി വന്ന് പറയും ഞാൻ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ശരിയാണല്ലോ എന്ന് പറയാം. അപ്പോൾ പുള്ളി പറയും എന്നെ രക്ഷിച്ചത് ഞാനിപ്പോഴും ജീവനോട്ടിരിക്കുന്നത് താങ്കളുടെ ഒരു നന്മ കാരണമാണ്, അതുകൊണ്ട് ഒരു നെക്ലസ് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ കുടുംബകഥയും പുള്ളിക്കാരൻ്റെ അമ്മയുടെ ഒരു നെക്ലസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര പഴയ നെക്ലസ് എടുത്ത് കൊടുക്കുന്നു. പുള്ളിക്കാരി ആദ്യം മേടിക്കുന്നില്ല, പിന്നെ പുള്ളിക്കാരി മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയും ഞാൻ പ്രൗഡായിട്ട് ഇടും, അതായത് പുള്ളിക്കാരൻ്റെ വീടും അതുപോലെ പുള്ളിക്കാരൻ്റെ ഹൗസൊക്കെ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഇതൊരു ലെഗസി ആയിട്ട് ഞാൻ കീപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രൗഡ്, ഒരു ഫീൽ ഗുഡ് മൊമെന്റിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നു. അടുത്ത എപ്പിസോഡിലാണ് ജോഫ്രിയുടെ കല്യാണം. ജോഫ്രിയുടെ കല്യാണത്തിന്റെ സമയത്ത് ഈ ഹൈ ഗാർഡൻസിലെ ഈ ഒലേന എന്ന് പറയുന്ന ലേഡി ഒലേന വന്ന് ആദ്യം സൻസസാക്കിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സൻസസാക്കിനോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഈ പറയുന്ന പോലെ നെക്ലസും പുള്ളിക്കാരുടെ മുടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ നെക്ലസിൽ നിന്നാണ് പുള്ളിക്കാരി ഒരു സാധനം എടുക്കുന്നത്. പിന്നീടാണ് ആ സാധനത്തിലുള്ള പോയിസൺ വെച്ചാണ് ജോഫ്രിയെ കൊല്ലുന്നത്. അത് എപ്പോഴാണ് റിവീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഫ്രി മരിച്ച ശേഷം അപ്പം തന്നെ സർ ഡോണ്ടോസ് സാൻസസാക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡായിട്ട് പിറകിലുണ്ടായിരുന്ന ലോർഡ് ബെയിലിഷ്, അതായത് ലിറ്റിൽ ഫിംഗറിന്റെ അടുത്ത് ഷിപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എത്തിക്കുന്ന സമയത്ത് ലോർഡ് ബെയിലിഷ് അപ്പം തന്നെ പുള്ളിയെ തട്ടും. അത് കഴിഞ്ഞ് അപ്പോൾ ലേഡി സാൻസ പറയും പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്, ഞാൻ പണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എന്നെ തിരിച്ച് ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ലിറ്റിൽ ഫിംഗർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ദാറ്റ് ഈസ് വാട്ട് യു തിങ്ക്. കിങ്സ് ലാൻഡിങ്ങിൽ അങ്ങനെ ഒരു സത്യമായ സംഭവങ്ങളൊന്നുമില്ല, അവിടെ നുണകളാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ലോർഡ് ബെയിലിഷ് വാസ് ദ പ്ലാനർ, ലേഡി ഒലേന വാസ് ദ എക്സിക്യൂട്ടർ. ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന പ്ലാനിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ലേഡി ഒലേനയ്ക്ക് ഒരിക്കലും ജോഫ്രി ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് പുള്ളിക്കാരുടെ ഗ്രാൻഡ് ചൈൽഡിനെ ഒരിക്കലും ജോഫ്രിയെ പോലെ ഒരു കിങ്ങിനെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതേ സമയത്ത് പീറ്റർ ബെയിലിഷിനാണെങ്കിൽ അവിടുത്തെ കിങ്സിനെ കൊല്ലുക എന്നുള്ള ഒരു ഹരമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തൊരു മർഡറാണിത്. അപ്പൊ ലോർഡ് ബെയിലിഷ് അവിടെ ഇല്ല, അതായത് മാസങ്ങളായിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ ഒരു സ്കെച്ച് ഇട്ടത് ലോർഡ് ബെയിലിഷ് ആണെന്നൊരു ചീത്തപ്പേര് ഒരിക്കലും അയാളുടെ പിറകിൽ വരില്ല. സോ ദാറ്റ് വാസ് എ മാസ്റ്റർ മൈൻഡ് പ്ലാൻ. അത് എക്സിക്യൂട്ട് ചെയ്തതിന് വേണ്ടി പണ്ടത്തെ ഒരു സാൻസസാക്കിനെ വെച്ചാണ് ഒരു പോയിസൺ അവിടെ എത്തിക്കുന്നത്. അപ്പൊ സാൻസസാക്കിനെ പോലും അറിയില്ല ഇത് അവിടെ എത്തിച്ചത് അവളാണെന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു മാസ്റ്റർ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ ഷീസ് എ വീക്ക് ട്രൂ വുമൺ, സോ അല്ലെങ്കിൽ ഗേൾ. അപ്പോൾ അവളെ കൊണ്ട് തന്നെ ഈ സാധനം അവിടെ എത്തിക്കുന്നു. ആൻഡ് ഒരു സംശയമില്ലാത്ത രീതിയിൽ ഒലേന സ്റ്റാർക്ക് അവിടെ നിന്ന് വരിക, ഒലേന ടെറിൽ അവിടെ വരുന്നു. ഒലേന നെക്ലസിൽ നിന്ന് സാധനം ആരും അറിയാതെ എടുക്കുന്നു. പോയിസൺ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് സാൻസയ്ക്ക് അറിഞ്ഞാലല്ല ടെൻഷനുള്ളൂ, പുള്ളിക്കാരി അറിയുന്ന പോലുമില്ല. പിന്നീട് അതേ നെക്ലസ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ ബെയിലിഷ് പറയുന്നുണ്ട് ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. യു തിങ്ക് വേറൊരു കഥ, നമ്മളെല്ലാവരും കാണുന്ന വേറൊരു കഥയാണ്, പക്ഷെ പിറകി കളിച്ച ഒരു മർഡർ കഥ ആരും അറിഞ്ഞില്ല. കിങ് ജോഫ്രി മരിച്ചു, എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിറകിലും ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നതിന്റെ മൊത്തം സ്റ്റോറിയുടെ പിറകിലും ഉള്ള എല്ലാ മാസ്റ്റർ ഹാൻഡും മറ്റാരുമല്ല ലിറ്റിൽ ഫിംഗർ അഥവാ ലോർഡ് പീറ്റർ ബെയിലിഷ്.